അതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ. നീ മദ്രസയിലൊന്നും പോയിട്ടില്ലേ? മദ്രാസിലോ? പണ്ട് മാമാടെ കൂടെ പോയിട്ടുണ്ടെടി, നല്ല സ്ഥലമാ. നീ പൊട്ടി, മദ്രാസിലല്ല മദ്രസയിൽ പോയിട്ടില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഓ അതൊക്കെ പോട്ടെ. എന്റെ മുടിയുടെ പുതിയ സ്റ്റൈൽ എങ്ങനെയുണ്ട്? എന്റെ ബാൻഡിന്റെ പുതിയ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ പ്രേമിൽ എന്ന സിനിമയിലെ നടിയുടെ വേഷമാ. ഞാൻ ചോദിക്കാതിരുന്ന നിന്റെ പാൻറിൽ വല്ല പട്ടിയും കടിച്ചോ? നിന്റെ മുടിയിൽ തീ പിടിച്ചോ? ഡി മണ്ടി, ഇതിപ്പോഴത്തെ ഫാഷനാ. പർദ്ദയും ഹിജാബും ഒക്കെ ധരിച്ചു നടക്കുന്ന നിനക്ക് ഇതിനെ പറ്റി എന്തോ അറിയാം? യാ റബ്ബേ, ഇത് ഇസ്ലാമിന്റെ വേഷമാ. നമ്മുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന വേഷമാ. ഓ നീ ഇതിന്റെയൊക്കെ പുറകെ പൊക്കോ. ഞാൻ നല്ല സ്റ്റൈലായിട്ട് പോകുന്നോണ്ടാണ് എനിക്ക് യൂട്യൂബ് ഫോളോവേഴ്സ് ഉള്ളത്. അതെന്താണ് യൂട്യൂബ് ഫോളോവേഴ്സ്? എനിക്ക് മനസ്സിലായില്ല. എടി നാഫിയ, എനിക്ക് സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ആസിയ വ്ളോഗ്സ് എന്നാണ് പേര്. എനിക്ക് 5000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇതൊക്കെ തെറ്റല്ലേ? നിന്റെ ഉമ്മയും പാപ്പയും ഒന്നും വിലക്കാറില്ലേ? ഓ അവർക്കൊക്കെ വേറെ യൂട്യൂബ് ചാനൽ ഉണ്ട്. കഴിഞ്ഞ ദിവസം എന്റെ ഇത്തായുടെ ബർത്ത്ഡേ ആയിരുന്നു. ഇത്ത 25,000 രൂപ മുടക്കി 6000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കി. യാ റബ്ബേ, ഒരു ബർത്ത്ഡേ ആഘോഷത്തിന് 25,000 രൂപയുടെ ചിലവോ? ഇതൊക്കെ ആഡംബരമല്ലേ? അതെന്താടി, എന്റെ ഉപ്പാടെ കയ്യിൽ പൂത്ത കാശല്ലേ. നിന്റെ ഉപ്പ സദഖ ചെയ്യാറില്ലേ? ഉണ്ടടി, റമദാനിൽ വരുന്നവർക്ക് പീരിയ 5ന്റെയും 10ന്റെയും രൂപ ഇപ്പോഴേ മാറ്റാറുണ്ട്. റമദാനിൽ വരുന്നവർക്ക് 5ഉം 10ഉം രൂപ കൊടുക്കലല്ലേ സദഖ? നമ്മുടെ സമ്പാദ്യം നിശ്ചിതം അളവ് നിശ്ചിതം പാവപ്പെട്ടവർക്കും രോഗികൾക്കും നൽകുന്നതാണ് സദഖ. നീ നാഫിയ, നമ്മുടെ അധ്വാനം മറ്റുള്ളവർക്ക് വേണ്ടി എന്തോത്തിനാണ് നൽകുന്നത്? ഇതാണോ നിന്റെ ഇസ്ലാം? നിനക്ക് അവിടെ തെറ്റി. അള്ളാഹുവിന്റെ സമ്പാദ്യം മക്കൾക്കും ആയുസിനും ആഖിറത്തിൽ ചോദ്യമുണ്ട്. ഓ അതൊക്കെ മരിക്കുമ്പോഴല്ലേ. 90 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ ഞാൻ മരിക്കൂ. എനിക്കിപ്പോൾ 12 വയസ്സല്ലേ ഉള്ളു. മരണം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. മരണത്തെ കുറിച്ച് ചിന്ത വേണം, എന്നാൽ നാം രക്ഷപ്പെടും. ഇനി നാഫിയ, നിനക്കിതൊക്കെ ആരാണ് പഠിപ്പിച്ചു തരുന്നത്? എന്നും മുടങ്ങാതെ മദ്രസയിൽ വരണം. ഇസ്ലാം ദീൻ പഠിക്കണം. ഇത്രയ്ക്കും പഠിക്കാനുണ്ടോ ഇസ്ലാം? പിന്നെ ഏറ്റവും മനോഹരമായ മതമല്ലേ ഇസ്ലാം. ദുനിയാവിലെ ഓരോ പ്രശ്നത്തിനും പരിഹാരമായ ഒരു ഗ്രന്ഥമുണ്ട്, അതാണ് ഖുർആൻ. എടി, എനിക്കും ആ ഗ്രന്ഥം പഠിക്കണോ? നീ ഖുർആൻ പഠിച്ചാൽ രക്ഷപ്പെട്ടു. ദുനിയാവിലെ ഓരോ പ്രശ്നത്തിനും പരിഹാരമായ അള്ളാഹു അതിന്റെ ഡോക്ടറും ഖുർആൻ അതിന്റെ മരുന്നുമാണ്. ഈ നാഫിയ, ഞാൻ ഇനി മുടങ്ങാതെ മദ്രസയിൽ വരാം. അൽഹംദുലില്ലാ, നിന്നെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ബഹുമാനിയരെ, നമ്മുടെ ആൺമക്കളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലും നമ്മുടെ പെൺമക്കളെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മാതൃകയിലുമാണ് വളർത്തേണ്ടത്. അസ്സലാമു അലൈക്കും.